വഖഫ് അധിനിവേശത്തിനെതിരായ സമരം ഘടിപ്പിച്ച ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനവുമായി മുനമ്പം സമരസമിതി. വഖഫ് ഭൂമിയുടെ പട്ടിക തയ്യാറാക്കിയ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് റദ്ദു ചെയ്യണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. വീടുകൾ തോറും കയറിയുള്ള റവന്യൂ രേഖ പരിശോധന ഒഴിവാക്കണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നു. ഇന്ന് മുനമ്പം ബീച്ചിലേക്ക് വഖഫ് ബോർഡിന്റെ കോലവുമായി മുനമ്പം ജനതയുടെ പ്രതിഷേധ റാലി നടത്തും. മുനമ്പത്തെ വഖഫ് അധിനിവേശ വിഷയത്തിൽ ഉന്നതതല യോഗത്തിനും സമരസമിതിയും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്കും ശേഷം മുനമ്പം വേളാങ്കണ്ണി പള്ളിവളപ്പിലെ സമരപ്പന്തലിന് വെളിയിലേക്ക് മുനമ്പം ജനതയുടെ പ്രതിഷേധം വ്യാപിക്കുന്നുവെന്ന സൂചനയാണ് സൂര്യ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിക്കുന്ന വഖഫ് ബോർഡിന്റെ കോലവും വഹിച്ചുള്ള പ്രതിഷേധ റാലി. മുനമ്പത്തെ തീരഭൂമി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ വഖഫ് ബോർഡ് പ്രധാന ആയുധമാക്കുന്ന നിസാർ കമ്മീഷൻ റിപ്പോർട്ട് റദ്ദാക്കുന്ന കാര്യവും ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നതാണ് മുനമ്പം സമരസമിതി മുന്നോട്ട് വെക്കുന്ന ആവശ്യം. കൃത്യമായി റവന്യൂ രേഖകൾ പരിശോധിക്കാതെയാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകൾ പാലിച്ചാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനമെങ്കിൽ മാത്രം കമ്മീഷന്റെ പ്രവർത്തനങ്ങളോട് സഹകരിച്ചാൽ മതിയെന്നതാണ് സമരസമിതിയുടെയും മുനമ്പം നിവാസികളുടെയും തീരുമാനം. ഞങ്ങൾ പറഞ്ഞ രീതിയിൽ രൂപരേഖകൾ വരികയും അതനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സഹകരിക്കുക തന്നെ ചെയ്യും. മുനമ്പത്തെ ഭൂമി പട്ടികയിൽ വരുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത് റദ്ദ് അത്തരം ഒരു ആവശ്യം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവരിതെല്ലാം പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചതിന് ശേഷം നിയമപരമായിട്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് അവർ അന്വേഷിക്കുകയാണ്. മുനമ്പത്തെ ജനങ്ങൾക്ക് അവിടുത്തെ ഭൂമിയിലുള്ള അവകാശം തെളിയിക്കുന്ന രേഖകൾ വില്ലേജ് ഓഫീസുകൾ ഉള്ളതാണെന്നും വീടുകൾ തോറും കയറി അവ പരിശോധിക്കുന്നത് ഒഴിവാക്കണമെന്നും കാലതാമസം കൂടാതെ ജുഡീഷ്യൽ അന്വേഷണം പൂർത്തിയാക്കി വഖഫ് സ്വത്തുവിവര പട്ടികയിൽ നിന്നും മുനമ്പം ഭൂമി ഒഴിവാക്കണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നു. 1950 മൂലാധാരം പരിശോധിച്ച് 35 വർഷമായി എല്ലാവിധ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടുകൂടെ റവന്യൂ അവകാശങ്ങൾ അനുഭവിച്ചു വരുന്ന താമസക്കാരുടെ സ്വത്തുക്കൾ വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവര കണക്കിൽ നിന്നും എടുത്തു നീക്കുന്ന നിയമപരമായ പരിരക്ഷ എങ്ങനെ താമസക്കാർക്ക് ലഭ്യമാക്കാൻ കഴിയും എന്നതായിരിക്കണം കമ്മീഷന്റെ അന്വേഷണം. ഇവിടുത്തെ ഓരോ വീട്ടുകാരുടെയും താമസക്കാരുടെയും ആധാരം പരിശോധിക്കുന്ന എന്ന ഒരവസ്ഥ കൂടുതൽ സമയം നീട്ടുന്ന കാര്യം മാത്രമല്ല, എല്ലാ രേഖകളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു കമ്മീഷൻ ഏത് രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നൊരു നിയമ ഉപദേശം നൽകി ഗവൺമെന്റ് അതെടുത്ത് നടപടിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഈ കമ്മീഷന്റെ ദൗത്യം എന്നാണ് ഞങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.